ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ബ്ലെസ്സിലേക്ക് സ്വാഗതം. ഇന്നേ നമുക്ക് കപ്പലണ്ടി കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് 250 ഗ്രാം കപ്പലണ്ടി എടുക്കാം. അതുപോലെ ടൊമാറ്റോ എടുക്കാം, 3 ടൊമാറ്റോ. നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് 3 മണിക്കൂർ നേരം ഒന്ന് കുതിർത്തെടുക്കാം. ഇത് കുതിരാനായിട്ട് നമുക്ക് വെള്ളത്തിൽ ഇടാം. ഏറ്റവും കുറഞ്ഞൊരു 3 മണിക്കൂറെങ്കിലും നമുക്ക് അത് കുതിർത്തെടുക്കണം. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 3 തക്കാളി നമുക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് വേപ്പില അതും കൂടി നമുക്ക് ഊരിയിട്ട് കൊടുക്കാം. പിന്നെ 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി അതും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു കാശ്മീർ മുളകാണ്. എൻ്റെ കാശ്മീർ മുളകിൻ്റെ പൊടിയില്ല, അതുകൊണ്ട് ഒരു കാശ്മീർ മുളക് ഞാൻ അരിഞ്ഞ് ചേർത്തു. ഇനി നമുക്ക് അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പിരിയൻ മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിരിയൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട. നമ്മുടെ ആ തക്കാളിയിലുള്ള നീര് കൊണ്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വയ്ക്കാം. എന്നിട്ട് ഗ്യാസ് കത്തിക്കാം. കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവോള നന്നായിട്ട് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് മൂത്ത് കിട്ടണമല്ലോ. നമുക്ക് ഉപ്പിട്ടാൽ നമുക്ക് പെട്ടെന്ന് അത് വഴറ്റിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുത്തു. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം സവോളയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പെരുംജീരകം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ്
കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കാശ്മീർ മുളക് ഒരെണ്ണാണെങ്കിലും അത് ഇട്ടതുകൊണ്ട് നല്ല കളർ വന്നിട്ടുണ്ട് അല്ലേ. കാശ്മീർ മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ കളർ കിട്ടും നമുക്ക്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഒന്ന് ഇളക്കി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് അരപ്പൊക്കെ മൂത്ത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കൂത്ത് വെച്ചിരിക്കുന്ന ആ കപ്പലണ്ടി കുതിർത്ത് നന്നായിട്ട് കഴുകി വെച്ചിരുന്ന ആ കപ്പലണ്ടി വെള്ളത്തിൽ നിന്ന് ഊറ്റി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി അരപ്പെല്ലാം ആ കപ്പലണ്ടിയിൽ പിടിക്കുന്ന വിധത്തിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറ് നമ്മൾക്ക് എന്തോരം വെള്ളം വേണോ, എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം കൊണ്ട് മിക്സിയുടെ ജാറ് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. 1/2 കപ്പും കൂടി ഒഴിച്ചു. അങ്ങനെ 1 കപ്പ് വെള്ളം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. നമുക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതടച്ച് വെച്ച് കുക്കറിൻ്റെ അടപ്പിട്ട് അടച്ച് വെച്ച് വെയിറ്റും ഇട്ട് നമുക്ക് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കപ്പലണ്ടി നമ്മൾ വറുത്തേ കഴിച്ചിട്ടുള്ളൂ അല്ലേ. ഇതുപോലെ ഇതുപോലെ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ ചപ്പാത്തി, ദോശ, അതുപോലെ ചോറ് ഒക്കത്തിനും കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ്. നമ്മൾ എപ്പോഴും കിഴങ്ങ് കറി, അതുപോലെ കടലക്കറി, പീസ് കറി, മുട്ടക്കറിയൊക്കെ അല്ലേ അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ വളരെ ടേസ്റ്റാണ്. അതുപോലെ വളരെ ഹെൽത്തിയാണ്. കപ്പലണ്ടിയുടെ ഏറ്റവും ഗുണം ഇരിക്കുന്നത് അതിൻ്റെ തൊലിയുടെയൊക്കെ അടിയിലാണ്. നമ്മൾ കപ്പലണ്ടി സാധാരണ മിക്കവരും തന്നെ വറുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് കഴിക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ ആകുമ്പം അതിൻ്റെ തൊലി അതിൻ്റെ ആ ഗുണമെല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങും. അപ്പം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ കപ്പലണ്ടി കറി റെഡിയായി. അവസാനം ഞാൻ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി കറി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി കറി റെഡിയായി. നമുക്കിത് ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനും എല്ലാം സൈഡായിട്ട് കഴിക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി കറി. ഒരു പ്രാവശ്യം നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്. ഒരു വെറൈറ്റി അല്ലേ. നമ്മളെപ്പോഴും വറുത്ത് കഴിക്കുന്ന കപ്പലണ്ടി ഇങ്ങനെ ഒന്ന് കറി വെച്ച് കൂട്ടുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്ത് വേണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.